ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2000 CGL മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ പേര് ABCD ആണ്. ഓക്കെ, ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൽ വരച്ചേക്കാം ABCD. ഇതിൻ്റെ ഡയഗണൽസ് O എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ CAB, അതായത് ഈ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടറുകൾ BDയിലും BCയിലും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് Fഉം Gയും. ഓക്കെ, അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് F, BDയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് F, ഇത് G. കണ്ടുപിടിക്കേണ്ടത് OF to CG കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് സ്ക്വയറിൻ്റെ സൈഡിനെ ഞാൻ രണ്ടായിട്ട് എടുത്തു. സ്ക്വയറിൻ്റെ സൈഡിനെ എല്ലാം രണ്ടായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡയഗണൽ വരാൻ പോകുന്ന 2√2 ആയിരിക്കും. ഡയഗണൽ എന്ത് വരും? 2√2 വരും. ഡയഗണൽ 2√2 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയഗണലുകൾ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷൻ √2 വരും, ഈ ഒരു പോർഷൻ √2 വരും, അങ്ങനെ വരുമല്ലോ, കാരണം ബൈസെക്റ്റ് ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇത് ആംഗിൾ ബൈസെക്ടർ ആണല്ലോ. അപ്പോൾ നമുക്ക് ആംഗിൾ ബൈസെക്ടർ തിയറം അനുസരിച്ചിട്ട് OF ബൈ BF, ആംഗിൾ ബൈസെക്ടർ നിങ്ങൾക്ക് തിയറം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ തിയറി പോയി നോക്കുക, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്ന് പറയുമ്പോൾ √2:2 എന്ന് പറഞ്ഞിട്ട് ആ ട്രയാങ്കിളിൽ നിന്ന് √2/2 അല്ലെങ്കിൽ 1/√2 എന്ന് പറഞ്ഞിട്ട് 1/√2. ഓക്കെ, 1/√2. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ നമുക്കറിയാം ഇവിടെ തൊട്ട് ഇത്രയും വരെയുള്ള ലെങ്ത്ത് √2 ആണെന്നറിയാം, അല്ലെങ്കിൽ OBൻ്റെ ലെങ്ത്ത് √2 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോഴായിരിക്കുമല്ലോ OB കിട്ടുന്നത്. അപ്പോൾ 1+√2 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് എനിക്ക് എന്തെന്ന് പറയാം, ഈ പറയുന്ന √2 എന്ന് പറയാം. കാരണം OBയുടെ ലെങ്ത്ത് √2 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ √2/1+√2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതേ ഒരു യൂണിറ്റ് തന്നെയാണ് OFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പം നമുക്ക് OF കിട്ടി. സത്യം പറഞ്ഞാൽ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഞാനൊന്ന് വലുതായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിലും ഈ പറയുന്ന ആംഗിൾ ബൈസെക്ടർ ബാധകമാണല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് CG ബൈ BG എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ തിയറം അനുസരിച്ച് AC/AB ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ACയുടെ വാല്യൂ എന്താണ്? 2√2 ആണ്. ABയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ √2:1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, √2:1. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കറിയാം BC എന്ന് പറയുന്നത്, BCയുടെ വാല്യൂ 2 ഇത് തമ്മിൽ കൂട്ടുമ്പോഴായിരിക്കുമല്ലോ BC കിട്ടുന്നത്. അപ്പോൾ √2+1 യൂണിറ്റിന് കറസ്പോണ്ടിങ്, √2+1 എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിയത് കറസ്പോണ്ടിങ് ആണ് 2. സോ അതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2/√2+1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CGക്ക് കറസ്പോണ്ടിങ് ആണ്. ദാറ്റ് മീൻസ് √2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അത് എത്ര വരും? 2√2/√2+1 CG. ഇനി ഇതിൻ്റെയും റേഷ്യോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള √2 കട്ട് ചെയ്യും, ഡിനോമിനേറ്ററിലുള്ള √2+1 കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1:2 ആൻസറായിട്ട് കിട്ടും.